വിവാഹ രജിസ്ട്രേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, വിവാഹം എന്നത് വെറുമൊരു ചടങ്ങ് മാത്രമല്ല, മറിച്ച് നിയമപരമായ ഒരു ബന്ധം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാൽ നിയമപരമായി രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഈ വിവാഹ സർട്ടിഫിക്കറ്റ് ആവട്ടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമുക്ക് ആവശ്യമായി വരികയും ചെയ്യും. കേരളത്തിൽ നടക്കുന്ന എല്ലാ വിവാഹങ്ങളും ജാതി മതഭേദമന്യേ വിവാഹം കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അതുമല്ലെങ്കിൽ കോർപ്പറേഷൻ, ഇതിൻ്റെ ഏതു പരിധിയിലാണ് വിവാഹം നടന്നത് എന്നാൽ അതേ സ്ഥലത്ത് തന്നെയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത്. വിവാഹ രജിസ്ട്രേഷൻ ഓൺലൈനായി എങ്ങനെ ചെയ്യാമെന്നും അതിന് എന്തൊക്കെ രേഖകളാണ് ആവശ്യമെന്നുമൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായി വരൻ്റെയും വധുവിൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ആവശ്യം. കൂടാതെ 2 പേരുടെയും പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അഡ്രസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട്. വിവാഹം നടന്നു എന്ന് തെളിയിക്കുന്ന മതാധികാരികൾ നൽകുന്ന രേഖ, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം നടന്നതെങ്കിൽ ഓഡിറ്റോറിയം അധികാരികൾ നൽകുന്ന രേഖ. വിവാഹ ക്ഷണക്കത്ത്, വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയ ഒരു അഫിഡവിറ്റ്, ഒപ്പം 2 സാക്ഷികളുടെ തിരിച്ചറിയൽ രേഖ. ഇത്രയുമാണ് വിവാഹം ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ രേഖകൾ. ഇത്രയും രേഖകൾ വെച്ച് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പ്രിൻ്റ് ഔട്ടും മേൽപ്പറഞ്ഞ രേഖകളും സഹിതം മാനുവലായി പൂരിപ്പിച്ച മറ്റൊരു അപേക്ഷയും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഹാജരാക്കേണ്ടതാണ്. സേവനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് മാരേജ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഹോം പേജിൽ കാണുന്ന ഓൺലൈൻ ഫോം സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ജില്ല, ലോക്കൽ ബോഡി, ലോക്കൽ ബോഡിയുടെ പേര് എന്നിവ സെലക്ട് ചെയ്യുക. അതിനുശേഷം മാരേജ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ന്യൂ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മാരേജിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുടെ പേര്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, പാസ്വേഡ് എന്നിവ ചെയ്യുക. ഈ പാസ്വേഡ് സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. അതിനുശേഷം വരുന്ന പേജിൽ വരൻ്റെ ഫോട്ടോയും വധുവിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക. തുടർന്ന് മാരേജ് നടന്ന ഡേറ്റ്, മാരേജ് നടന്ന സ്ഥലം, താലൂക്ക്, വില്ലേജ് എന്നിവ രേഖപ്പെടുത്തുക. അതിനുശേഷം വരൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജോലി, അഡ്രസ്സ് എന്നിവ രേഖപ്പെടുത്തുക. അതിനുശേഷം വരൻ്റെ പിതാവിൻ്റെ പേര്, വയസ്സ് എന്നിവയും മാതാവിൻ്റെ പേര്, വയസ്സ് എന്നിവയും രേഖപ്പെടുത്തുക. തുടർന്ന് വരൻ്റെ NRI ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക. അതിനുശേഷം വധുവിൻ്റെ പേര്, വയസ്സ്, അഡ്രസ്സ് എന്നിവ രേഖപ്പെടുത്തുക. തുടർന്ന് വധുവിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരും വയസ്സും രേഖപ്പെടുത്തുക. തുടർന്ന് 2 സാക്ഷികളുടെ പേരും അഡ്രസ്സും കൂടി രേഖപ്പെടുത്തുക. അതിനുശേഷം ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വിവാഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അനുവദനീയവുമല്ല. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.